ഹലോ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ അബ്നോർമൽ ഗെയിൻ എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, when actual loss is lesser than the expected normal loss, that difference is called abnormal gain. അതായത് ആക്ച്വൽ ലോസ് കുറവാകുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമൽ ലോസിനേക്കാളും കുറവാകുകയാണെങ്കിൽ അതിനെയാണ്, ആ ഡിഫറൻസിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോസസ്സിലൂടെ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 95 യൂണിറ്റ്സ് ആണ്. ബാക്കിയുള്ള 5 യൂണിറ്റ്സ് നോർമൽ ലോസായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ആക്ച്വൽ പ്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 97 യൂണിറ്റ്സ് നമുക്ക് ഗുഡ് ക്വാളിറ്റിയിൽ കിട്ടി. ബാക്കി ബാലൻസ് എത്രയാണ്? 3 യൂണിറ്റ്സ് മാത്രമേ നമുക്ക് ലോസായിട്ട് വന്നിട്ടുള്ളൂ. അതാണ് ആക്ച്വൽ ലോസ്. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്ത 5 യൂണിറ്റ് നോർമൽ ലോസ്, ആക്ച്വൽ ലോസ് 3 ആണ്. അപ്പോൾ ഇത് വളരെ കുറവാണ് ഏതിനേക്കാളും, നോർമൽ ലോസിനേക്കാളും. ഈ ഡിഫറൻസ് ആണ് അബ്നോർമൽ ഗെയിൻ. ദാറ്റ് ഈസ് 2 യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോസ് കുറവാകുക, നോർമൽ ലോസിനേക്കാളും കുറവാകുക. അതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇതിൻ്റെ അബ്നോർമൽ ഗെയിൻ എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്, പ്രോസസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രോസസ് അക്കൗണ്ടിലേക്ക് ഇത് ഡെബിറ്റാണ് ചെയ്യുക. ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡാണ് അത് എഴുതുക. എത്രയാണോ നമുക്ക് കിട്ടിയ അബ്നോർമൽ ഗെയിൻ അത് ഡെബിറ്റ് സൈഡാണ് എഴുതുക. കുറച്ച് ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ജേണൽ എൻട്രീസ് ഫോർ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ, പ്രോസസ് അക്കൗണ്ട് എറ്റർ ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ട് വരച്ചിട്ട് അതിൽ ടു അബ്നോർമൽ ഗെയിൻ എന്നാണ് എഴുതുക. അടുത്തത് ഫോർ ലോസ് ഓഫ് ഇൻകം ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ ഗെയിൻ. ഈ അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുന്നത് കാരണം നമുക്ക് വരുന്ന ഒരു ലോസ് ഓഫ് ഇൻകം ഉണ്ട്. അത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരച്ചിട്ട് അതിലേക്ക് ടു നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഇനി ഫോർ ക്ലോസിങ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, ആ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാലൻസ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ 2 അക്കൗണ്ട് ഇവിടെ വരയ്ക്കും, പ്രോസസ് അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിലേക്ക് ടു അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അവിടെ ടു നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരൈറ്റം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബാലൻസ് അത് ക്ലോസ് ചെയ്യുന്നത്, ഈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. ഇനി ഈ നോർമൽ ലോസിനെ കുറിച്ച്, അതായത് ഈ സെക്കൻഡ് വണ്ണിനെ കുറിച്ചിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ തരാം. വാല്യൂഷൻ ഓഫ് അബ്നോർമൽ ഗെയിൻ, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ, അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്നാണ്. എന്താണ് ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്? ഇസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. അതാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഇനി താഴെ നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ്. Units of abnormal gain is equal to normal loss minus actual loss, or actual output minus normal output. ഇത്രയാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്താണെന്ന് നോക്കാം. ഇതിനൊരു ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. Product A is obtained after it passes through 3 distinct processes. പ്രോഡക്റ്റ് നമുക്ക് 3 പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് പ്രോഡക്റ്റ് എ കിട്ടുന്നത്. അതിൽ 2000 kilograms ഓഫ് മെറ്റീരിയലാണ് അറ്റ് ₹5 per kilogram ആണ് ഫസ്റ്റ് പ്രോസസ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഡയറക്റ്റ് വേജസ് എമൗണ്ടഡ് ടു ₹900 ആൻഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഇൻകേർഡ് വാസ് ₹500. ഇനി നോർമൽ ലോസ് എസ്റ്റിമേറ്റഡ് 10% ഓഫ് ഇൻപുട്ട്. നോർമൽ ലോസ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 10% ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 2000 ആണ്. 2000ൻ്റെ 10% പറയുമ്പോൾ 200 ആണ് നോർമൽ ലോസ്. ഈ വേസ്റ്റേജ്, ഈ നോർമൽ ലോസ് വിൽക്കുന്നത് 3 per kilogram.
ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 1850. ഇവിടെ വന്നിരിക്കുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് 1850 കിലോഗ്രാം ഉണ്ട്. പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിൻ ഓർ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആസ് ദ കേസ് മേ ബി. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്ന് നോക്കാം. പ്രോസസ് അക്കൗണ്ട് യൂണിറ്റ് എഴുതാണ് പെർ കിലോഗ്രാം. യൂണിറ്റ്സ്, എമൗണ്ട്, ഈ തന്നിരിക്കുന്ന ഐറ്റംസ് നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എഴുതാം. ടു മെറ്റീരിയൽ തന്നിരിക്കുന്നത് 2000 കിലോഗ്രാമാണ്. അത് 2000 യൂണിറ്റ്സിൽ എഴുതി. 2000 കിലോഗ്രാം 5 റുപ്പീസ് വെച്ചിട്ടാണ്. അപ്പോൾ 10,000 എമൗണ്ടിലേക്ക്. ദെൻ ഡയറക്റ്റ് വേജസ് 900 റുപ്പീസാണ്. അപ്പോൾ 900. ദെൻ പ്രൊഡക്ഷൻ ഓവർഹെഡ് തന്നിരിക്കുന്നത് 500. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോർമൽ ലോസ് എസ്റ്റിമേറ്റഡ്. അപ്പോൾ ബൈ നോർമൽ ലോസ് പ്രോസസ് അക്കൗണ്ടിൽ നോർമൽ ലോസ് എഴുതും. ബൈ നോർമൽ ലോസ് 200. ഇനി അത് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെയിൽ ഓഫ് സ്ക്രാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 200 വിറ്റിരിക്കുന്നത് 3 per kilogram ആണ്. അപ്പോൾ 600. 200 into 3 600 സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഇത്രയാണ് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ. നമുക്കിതിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ടോ ലോസ് ഉണ്ടോ എന്നൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. യൂണിറ്റ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് 2000 കിലോഗ്രാംസ് ആണെന്ന് പറഞ്ഞു ഇൻപുട്ട് ചെയ്തതിൽ നോർമൽ ലോസ് 10% പറയുമ്പോൾ 1800 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നോർമൽ യൂണിറ്റ്സ്. പക്ഷെ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് 1850 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇനി നോർമൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ് ഇൻപുട്ട് ചെയ്തത്. അതിൽ നിന്ന് നോർമൽ ലോസ് 200 ലെസ് ചെയ്യണം. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് 1800 ആണ്. പക്ഷേ അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ 1850 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച നോർമൽ ഔട്ട്പുട്ട് 1800 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 50 എന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ ആണ്. ഇനി നമുക്ക് ഈ അബ്നോർമൽ ഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടു അബ്നോർമൽ ഗെയിൻ എന്നിട്ട് ഇവിടെ ഡെബിറ്റ് ചെയ്യുക. യൂണിറ്റിൽ 15 എഴുതുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ 50 ഇവിടെ റുപ്പീസിൽ എഴുതണമല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഇക്വേഷൻ അത് അപ്ലൈ ചെയ്യാം. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്, ഇത് യൂണിറ്റ്സ് ആണ്, ഇൻറ്റു അബ്നോർമൽ ഗെയിൻ. ഓക്കെ, നമുക്ക് ഇതെല്ലാം അറിയണം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്,
നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കണക്കാക്കുക? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കണക്കാക്കാൻ നമുക്കൊരു ടോട്ടൽ എക്സ്പെൻഡിച്ചർ 10,900, 500 ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് സ്ക്രാപ്പ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കിട്ടുക. Total expenditure minus scrap value. Total expenditure 10,000 plus 10,000 plus 900 plus 500 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11,400 കിട്ടും. മൈനസ് സ്ക്രാപ്പ് വാല്യൂ 600 ആണ്. അപ്പോൾ ഇത്രയും വരും. 10,800 നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഇനി നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു, നോർമൽ ഔട്ട്പുട്ട് യൂണിറ്റ്സ് കണക്കാക്കണമല്ലോ. അതിന് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. അപ്പോൾ ഇൻപുട്ട് ഇവിടെ 2,000 ആണ് ഇൻപുട്ട് ചെയ്തത്. നോർമൽ ലോസ് 200, 1,800. ഇനി നമുക്ക് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണാം. ഈക്വൽ ടു 10,800 by 1,800 into 50. അപ്പോൾ ₹300. ഇതാണ് അബ്നോർമൽ ഗെയിൻ വാല്യൂ. നമുക്കിതിന് പ്രോസസ് അക്കൗണ്ടിലേക്ക് എഴുതാം. അബ്നോർമൽ ഗെയിൻ വാല്യൂ എത്രയായിട്ട് 300. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ 2,050 ഇവിടെ എത്ര വരിക? 10,900. ഇപ്പോൾ 11,700 കിട്ടും. 11,700. ഇനി ഇതിൽ നമുക്ക് അതേപോലെ ഈ ഭാഗത്തും ബാലൻസ് ചെയ്യാം. നിങ്ങളോട് ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട് ബൈ പ്രോസസ് ടു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫിനിഷ്ഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1,850 കിലോഗ്രാം ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി അറിയാം. ബൈ പ്രോസസ് ടു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് 1,850 ഉണ്ട്. അപ്പോൾ അത് ആ യൂണിറ്റ്സിലേക്ക് എഴുതാം. ഇവിടുത്തെ നമ്മുടെ ടോട്ടൽ ഇപ്പോൾ കറക്റ്റ് തന്നെയാണത്. ഈ 2,050 ഇവിടെയും ടോട്ടൽ കറക്റ്റാണ്, ഇപ്പുറത്തും ഇവിടെയും. ഇനി ഇതിൽ ഈ 11,700 എഴുതാം. ബാലൻസ് ചെയ്യുന്ന എമൗണ്ടാണ് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണോ വരുന്നത് അത് ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പ്രോസസ് ഇതിൻ്റെ വാല്യൂ. ഇപ്പോൾ 11,100. ഇതാണ് പ്രോസസ് അക്കൗണ്ടിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ മെറ്റീരിയൽ കാണിച്ചു, വേജസ് കാണിച്ചു, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അബ്നോർമൽ ഗെയിൻ നമ്മൾ കണക്കാക്കിയപ്പോൾ 50 കിലോഗ്രാം കിട്ടി. അതായത് അതിൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് 300 ആണെന്ന് മനസ്സിലാക്കി. നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സെയിൽ ഓഫ് സ്ക്രാപ്പ് 200 × 3 ചെയ്യുമ്പോൾ 600. ബൈ പ്രോസസ് ടു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ 1,850 ആണ്. അതിൻ്റെ ഈ എമൗണ്ട് നമുക്ക് കിട്ടിയത് ബാലൻസിങ് ഫിഗറായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ പ്രോസസ് 1 അക്കൗണ്ടാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. പ്രോസസ് 1 അക്കൗണ്ട് ചെയ്യും. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് കൂടി വരയ്ക്കണം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഇതേപോലെ തന്നെ പെർ യൂണിറ്റ് എമൗണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അബ്നോർമൽ
ഗെയിൻ. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ ജേണൽ എൻട്രി നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈ പ്രോസസ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ എന്നാണ് അവിടെ എഴുതിയത് പ്രോസസ് അക്കൗണ്ടിൽ. അപ്പോൾ ഇവിടെ ബൈ പ്രോസസ് അക്കൗണ്ട് എത്ര വരിക? പ്രോസസ് അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ എങ്ങനെയാണ് വരിക? അത് process account debtor to abnormal gain 50,300. Yeah. ഇനി അടുത്തത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു നോർമൽ ലോസ്. ഇതാണ് ഇവിടെ പറയാമെന്ന് പറഞ്ഞത്. അതായത് ടു നോർമൽ ലോസ്, സാധാരണ നമുക്കുള്ള നോർമൽ ലോസ് നമ്മൾ കണക്കാക്കിയത് 200 ആണ്. ആ 200-ൽ നമുക്ക് ഗെയിൻ വന്നു, എത്രയാണ്? 50 വന്നു. അപ്പോൾ ബാക്കി 150 മാത്രമേ നമുക്ക് ലോസ് വരുന്നുള്ളൂ. 50 ഗെയിനാണ്. ഈ 50 ഗെയിനിന് നമുക്ക് ഈ അബ്നോർമൽ ഗെയിൻ 50 ഉണ്ടല്ലോ, ഈ 50ക്ക് നമുക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് നഷ്ടമാവും. സെയിൽ ഓഫ് സ്ക്രാപ്പ് പറഞ്ഞാൽ 200-നാണല്ലോ 3 rupees വെച്ചിട്ട് 600 വരുന്നത് സെയിൽ ഓഫ് സ്ക്രാപ്പ്. അപ്പോൾ ഇവിടെ ഈ 50 എന്നുള്ളത് ഗെയിനാണ്. അപ്പോൾ നമുക്കത് സെയിൽ ഓഫ് സ്ക്രാപ്പിൽ വരില്ലല്ലോ. അപ്പോൾ ആ സെയിൽ ഓഫ് സ്ക്രാപ്പിൻ്റെ ഒരു ലോസാണ് ഇവിടെ വരുന്നത്, നോർമൽ ലോസ്. അതായത് 50 × 3 അതാണ് 150. ഇവിടെ 50. ഇനി ഇത് ബാലൻസ് ചെയ്യും. $300 ഇവിടെ 50 വരും. എത്രയാണ് ബാലൻസ് വരിക? 150. അപ്പോൾ അതാണ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 150. ഇതാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് ബൈ പ്രോസസ് അക്കൗണ്ട് 50, 300 rupees. ദെൻ ടു നോർമൽ ലോസ്, നമുക്ക് ഈ അബ്നോർമൽ ഗെയിൻ 50 ഉണ്ടായത് കാരണം സെയിൽ ഓഫ് സ്ക്രാപ്പ് ലോസ് വന്നു. അപ്പോൾ 50 × 3 50, 150 എമൗണ്ടിലേക്ക് ചെയ്താൽ കോസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 150 പിന്നെ ടോട്ടൽ. ഇതാണ് അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടുമായി പ്രോസസ് അക്കൗണ്ടും ചെയ്തു. പ്രോസസ് 1 അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.